നമുക്കത് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞാലാണ് 250 rupees are divided equally among certain number of children. If there are 25 children more, each should have received 50 paisa less. അല്ലേ? ഓക്കെ. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം 250 രൂപ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ 10 പേരുണ്ടെന്ന് വെച്ചോ. 250 രൂപ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര എങ്ങനെ 10 പേർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 25 വെച്ചിട്ട്. പക്ഷേ 10 പേര് 25 പേര് കൂടുതലുണ്ടായിരുന്നെങ്കിലോ? 25 പേര് കൂടുതലുണ്ടായിരുന്നപ്പോൾ മൊത്തം എത്ര പേരുണ്ട്? ഇപ്പം 35 പേരുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അവർ പറയുന്നത് 25 പേര് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം എത്ര വെച്ചാണ് കിട്ടിയത്? എത്ര രൂപ വെച്ചാണ് കിട്ടിയത്? 25 വെച്ചാണ് കിട്ടിയത്. എന്താണ് ഇവർ പറയുന്നത് അനുസരിച്ച് 25 പേര് കൂടുതലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തേ കിട്ടത്തുള്ളൂന്നറിയോ? അവർക്ക് 50 പൈസ കുറച്ച്. അതായത് നേരത്തെ 25 കിട്ടുന്നെങ്കിൽ ഇപ്പോൾ 24 വെച്ചേ കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതാണ് കൺസെപ്റ്റ്. അപ്പം നമുക്ക് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ലെറ്റ് there are x children. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് എന്താ? ഫസ്റ്റ് കേസ് എന്താ? ഫസ്റ്റ് കേസ് എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് വൺ എത്രയായിരിക്കും? 250 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? ശരിയല്ലേ? ഓക്കെ. ഇനി അവർ സെക്കൻഡ് കേസ് പറയുന്നത് എന്താ? സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 25 പേര് കൂടുതലുണ്ടായിരുന്നെങ്കിൽ എത്ര ആയിരിക്കും? എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് വൺ എന്ന് പറയുമ്പോൾ 250 ഡിവൈഡ് ബൈ എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 25 ആയിരിക്കും. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് ഇത് ആദ്യത്തെ കേസിലെ എമൗണ്ടാണ്, ഇത് രണ്ടാമത്തെ കേസിലെ എമൗണ്ടാണ്. അപ്പം ആദ്യത്തെ കേസിലെ എമൗണ്ട് 25 വിചാരിക്കുക, രണ്ടാമത്തെ കേസിലെ എമൗണ്ട് 24 വിചാരിക്കുക. അപ്പം 25 24 കുറച്ചാലല്ലേ അര കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ എങ്ങനെ എഴുതാം? സോ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതില്ലേ? എമൗണ്ട് ആദ്യത്തെ എമൗണ്ടും രണ്ടാമത്തെ എമൗണ്ടും കുറയ്ക്കുമ്പോൾ അവിടെ എത്ര ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50 പൈസ. അപ്പം 50 പൈസേനെ നമുക്ക് അരയെന്ന് എഴുതാം. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. പെട്ടെന്നാട്ടെ. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്ത് ചെയ്യാ? ദേവനാരായണൻ ഓക്കെ ആണോ ഇത്? യെസ് സർ. ഓക്കെ. നിരഞ്ജൻ ഓക്കെ ആണോ? അതായത് ആദ്യം എൻ്റെ കയ്യിൽ ഇപ്പം 250 രൂപ ഉണ്ടായിരുന്ന 250 രൂപ എത്രയോ ആൾക്കാർക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എനിക്കെന്താ ഓരോ ആൾക്കാർക്ക് എമൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 250 10 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തേ. അപ്പോൾ എത്ര? ഒരാൾക്ക് 25 രൂപ വെച്ച് കിട്ടി. രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത് ഈ 25 സ്റ്റുഡൻസ് കൂടെ കൂടുതലുണ്ടായെങ്കിൽ ആദ്യത്തെ എമൗണ്ടിനെക്കാട്ടിലും 50 പൈസ കുറച്ച് എല്ലാവർക്കും കിട്ടത്തുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എമൗണ്ടിനെക്കാട്ടിലും 50 പൈസ കുറച്ച് കിട്ടണമെങ്കിൽ ആദ്യത്തെ എമൗണ്ട് മൈനസ് രണ്ടാമത്തെ എമൗണ്ട് ഈസിക്കലും എന്താ? 50 പൈസ. അര 50 പൈസ എന്ന് എടുക്കില്ല, അരയായിട്ട് എടുക്കണം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇവിടെ LCM ക്രോസ് മൾട്ടിപ്ലൈ ഇതിങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തോ. ഇതിങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സംഖ്യ ആവും. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. 250 അങ്ങ് കോമൺ എടുക്കുക. എന്നിട്ട് 1/x മൈനസ് 1/x പ്ലസ് 25 ഈസിക്കൽ ടു എത്രയാ? 1/2 നോക്കുക. ഓക്കെ. എന്നിട്ട് ഈ 250 തൽക്കാലത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? അപ്പം 1/x പ്ലസ് മൈനസ് 1/x പ്ലസ് 25 ഈസിക്കൽ ടു 1/500 എന്ന് വരും. ആണോ? കാരണം ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്. ശരിയല്ലേ? ഇനി ഇവിടെ LCM എടുക്കുക. ഇതിങ്ങോട്ടും ചെയ്യുമ്പോൾ x പ്ലസ് 2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ എന്താ? 25. സോറി, x പ്ലസ് 25 മൈനസ് എക്സ് ഈസിക്കൽ ഇവിടെ എന്താ? x ഇൻറ്റു എക്സ് പ്ലസ് 25 എന്ന് വരും. ഈസിക്കൽ ടു 1/500 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് കളഞ്ഞാൽ മോളിൽ 25 വരും, താഴെ x² പ്ലസ് 25x എന്ന് വരും. ഈസിക്കൽ ടു 1/500.
ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് 25 ഇൻറ്റു 500 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 25x ആണല്ലോ. അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 25 2010 125 00 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 25x. 0 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 25x മൈനസ് 12500. അതായത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 25x മൈനസ് 12500 ഈസ് ഈക്വൽ ടു എന്താ? 0. ഇനി ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കണം? ഇതിനെ പ്രൊഡക്റ്റും സമ്മും വെച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് നോക്കാം. ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ആണോ നല്ലത്? 25 വരണം. ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ് അല്ലേ. അപ്പം അതിനെ നമുക്ക് മൈനസ് ബി മൈനസ് 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര? ബി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 25 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 12500 ഇങ്ങനെ വരുന്നു. ഡിവൈഡ് ബൈ എന്താ? 2 ഇൻറ്റു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് 25 പ്ലസ് ഓർ മൈനസ് 25ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 625 മൈനസ് നമുക്ക് 125 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4 20 8 2 10 ശിഷ്ടം 1 4 1 5 0 0 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2. ഒരു സെക്കൻഡ്, എവിടെ എന്തോ ഒരു ഡൗട്ടുണ്ടോ? ആൻസർ തന്നെങ്കിൽ അങ്ങനെ ആൻസർ തോന്നി. അങ്ങോട്ട് നോക്കേ. ആ നൂറോ? അങ്ങോട്ടിരുന്നേ. നിങ്ങൾ അതിൻ്റെ താഴത്തെ ചെയ്തു ഞാൻ അപ്പോഴത്തേക്കും ഇത് ചെയ്തു തരാം. നിരഞ്ജന് കിട്ടിയായിരുന്നോ ഇത് രണ്ടെണ്ണം? നിരഞ്ജന് ദേവനാരായണനൊക്കെ കിട്ടിയായിരുന്നോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? No sir. കുറച്ച് ഞാൻ ഇക്വേഷൻ വെച്ചിട്ടല്ല മറ്റേ രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടെ.
ഓക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ നോക്കിയോ നമുക്കിതിനെ നമുക്കിങ്ങനെ ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? എ ഇൻറ്റു സി ആണ്. എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 × 12500 എത്രയാ? -12500 ആണോ? സം എന്ന് പറയുമ്പോൾ എത്രയാണ്? സം എന്ന് പറയുമ്പോൾ ബി ആണ്. ബി എത്രയാണ്? 25 ആണ്. അപ്പോൾ നമുക്ക് 100 × 125 ചെയ്ത് കഴിഞ്ഞാൽ 12500 കിട്ടും. ശരിയല്ലേ? 100 + 125 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടുക വേണം. പക്ഷെ ഇവിടെ മൈനസും വരണം. അങ്ങനെയാണ് എന്ത് ചെയ്യണം? ഈ 100 അങ്ങ് മൈനസ് ഇട്ടാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കി തന്നെ ഇങ്ങനെ ചെയ്യാം. x² മൈനസ് 100x പ്ലസ് 125x മൈനസ് 1200 അല്ല 12500 12,000 പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് 12,000 മൈനസ് 12,500 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 100. അതേപോലെ ഇവിടെ 125 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്താ? x മൈനസ് 100 തന്നെ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് x മൈനസ് 100 വീണ്ടും കോമൺ എടുക്കാം. അങ്ങനെ കോമൺ എടുത്താൽ ബാക്കി എന്താ? x പ്ലസ് 125 വരും ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ x മൈനസ് 100 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്ന x ഈസ് ഈക്വൽ ടു എത്രയാണ്? 100. ഇത് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പം എമൗണ്ട് ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് എത്ര? 100 ആണ്. 100 അല്ല, ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം 100.